السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുരുവട്ടൂരിയൻ വ്യാജന്മാർ നാടുനീളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്കെതിരെ അവർക്കില്ലാത്ത ആരോപണങ്ങൾ അവരുടെ പേരിൽ പറഞ്ഞുണ്ടാക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുരുവട്ടൂരികൾ വ്യാജന്മാരാണെന്ന് തെളിയിക്കുന്ന ചെറിയൊരു വീഡിയോ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇന്ന് നാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കണം, ഷെയർ ചെയ്യണം. എന്താണ് കുരുവട്ടൂരിസം എന്നുള്ളത്, ആത്മീയമായി അവർക്ക് എന്ത് നേട്ടമാണ് ഈ ത്വരീഖത്തിൽ പോയത് കൊണ്ട് അവരുടെ മുരീദുമാർക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പുകളിൽ കൊണ്ടുവരുന്നത്. കുരുവട്ടൂരികളുടെ പ്രധാനികളായ മുരീദുമാരെയാണ്. അവരുടെ സാവിയത്തു സൂഫിയയുടെ പ്രതിനിധികളെന്നൊക്കെ വിശേഷിപ്പിച്ച പ്രധാനികളായ ആളുകളുടെ വാട്സപ്പ് സന്ദേശങ്ങളും അവർ നമുക്ക് അയച്ച മെസ്സേജുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ മുൻപ് നമുക്ക് നൗഷാദ് മൊയ്ലിയാരുടെ ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഇത് ഷെയ്ഖിന്റെ അടുത്ത് ഓൻ പഠിക്കുന്നത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇബ്ലീസിന്റെ ത്വരീഖത്ത്. കുരുവട്ടൂരികൾ ഇബ്ലീസിന്റെ ത്വരീഖത്ത് ആണോ ഇബ്ലീസിന്റെ തെറീഖത്ത് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അൻവരി ഉസ്താദ് തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോട് ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള ആ പശു വല്ലാതെ കരഞ്ഞെടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ അതിനെ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവോ? ഞാൻ ഇവര് പറഞ്ഞ വാക്കുകൾ ഞാൻ പറയൂല, കാരണം അത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങളൊന്നും ഞാൻ പ്രയോഗിക്കൂല. ഇത് അവരുടെ സ്റ്റേജിൽ ഇദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇനി അവരുടെ മുരീദുമാര്, അവരുടെ സാവിയത്തു സൂഫിയയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്ക് അയച്ച മെസ്സേജുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരുടെ ഗ്രൂപ്പുകളിൽ നമ്മളെ ആഡ് ചെയ്യുകയും നമ്മുടെ ആലിമീങ്ങളെ പരസ്യമായിട്ട് ഒരു ലജ്ജയുമില്ലാതെ അള്ളാഹുവിനെ ഒരു നിലക്കും പേടിക്കാതെ അവര് പച്ചയായ തെറികൾ പറയാണ്. ഈ ഗ്രൂപ്പുകളിൽ നൗഷാദ് മൊയ്ലിയാർ മുതൽ അൻവരി മൊയ്ലിയാർ വരെ, തൊഴിയൂര് മൊയ്ലിയാർ വരെ ഈ ഗ്രൂപ്പുകളിലുണ്ട്. എന്നാൽ ഈ സാധു ജനങ്ങൾക്ക് ഈ ഉസ്താദുമാർ, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ഒരു ത്വരീഖത്തിന്റെ ആളുകളാണ്, നമ്മൾ ആത്മീയമായി കൽബ് ശുദ്ധിയാകേണ്ടവരാണ്, ആത്മീയമായി എല്ലാ നിലക്കും നമ്മൾ വിജയിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയാണ് ഈ മൊയ്ലിയന്മാർ ചെയ്യുന്നത്. ഞാൻ സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവരുടെ സാവിയയുടെ പ്രതിനിധികളിൽപ്പെട്ട ഒരു പ്രധാനിയുടെ ഒരു മെസ്സേജ് വരികയാണ്. എന്താണ് ആ മെസ്സേജിൽ അദ്ദേഹം എനിക്ക് വിട്ടു തന്നത്? പരസ്യമായിട്ട് ഒരു ആലിമിനെ പരിഹസിക്കുക, അങ്ങനെ പാട്ടിറക്കുക. ആ പാട്ടിറക്കിയതാണ് അദ്ദേഹം എനിക്ക് വിട്ടു തന്നത്. നിങ്ങൾ അവരുടെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഹലോ ഹലോ, ഇത് കുറ്റ്യാടിയല്ലേ, നമ്മുടെ പേരോടവിടമില്ലേ, ഇത് ഞാനാണ് മൂപ്പര ഫ്രണ്ട്, മാഹിയിലുള്ളൊരു കുഞ്ഞീതു, മൂപ്പര ഫ്രണ്ട് കുഞ്ഞീതു. ഹലോ ഹലോ. ഇവർക്ക് എത്രത്തോളം ആത്മീയത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇവർ വ്യാജന്മാരാണ് എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നൗഷാദ് മൊയ്ലിയാർ തന്നെ പറഞ്ഞു തരും. അവരുടെ കാലഘട്ടത്തിലെ ചില ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആദർശ മുന്നേറ്റ പരിപാടികളൊക്കെ നടക്കാറുള്ളത് എന്ന് ഈ നൗഷാദ് മൊയ്ലിയാർ പണ്ട് മുതലേ പ്രസംഗിച്ചു വരാറുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് നമുക്ക് ഇവരുടെ ഷെയ്ഖുമാരിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. നമ്മുടെ നൗഷാദ് ഉസ്താദ് ഒന്ന് പറയട്ടെ.
അല്ലാഹുവിലെത്തിക്കാൻ പാകപ്പെടുത്തിയെടുക്കലാണ് ശൈഖിന്റെ നിബന്ധന എന്താ കേട്ടോ? അത് ഞാൻ ഈ കിതാബിൽ നിന്ന് തന്നെ വായിച്ചു തരാം. എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ല. ഒറ്റ വാക്കിൽ പറയാം. നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശൈഖിന്റെ നിബന്ധന കേട്ടോളൂ. അയ്യകൂന ആലിമൻ ബിമാ യഹ്താജു ഇലൈഹിൽ മുരീദൂന മിനൽ ഫിഖ്ഹി വൽ അഖായിദി ബിഖദരി മാ യസീലു സുബ്ഹ അല്ലതി തഅരിബു ലിൽ മുരീദി ഫിൽ ബിദായതി. കണ്ടോ? തുടക്കഘട്ടത്തിൽ മുരീദിന് ആവശ്യമായ എല്ലാ ഇഷ്കാലുകളും തീരുന്ന രൂപത്തിൽ അഖീദയും ഫിഖ്ഹും എല്ലാം തികഞ്ഞ ഒരു ആലിമായിരിക്കണം. അതാണ് ശൈഖിന്റെ ഒന്നാമത്തെ നിബന്ധന. ഒരു ശൈഖിന്റെ ഒന്നാമത്തെ നിബന്ധന എന്താണ് എന്നുള്ളത്, അഖീദയും ഫിഖ്ഹും എല്ലാം തികഞ്ഞ ഒരാളായിരിക്കണം. ആര്? ശൈഖ്. നിങ്ങൾ എന്തെയ്താ മതി, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ മെമ്പർ ആയ ഒരാളാണെങ്കിൽ അയാളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കാം, എന്തിനാ ഞാനിപ്പോ ആ ശൈഖിനെ തുടർന്നത്? ഞാൻ എന്തിനാ ശൈഖിനെ തുടർന്നത്? അതിന്റെ ആഖിറ നന്നാക്കാനാ? ഈ ശൈഖിന് ഈ പറഞ്ഞ വിവരമുണ്ടോ? നിങ്ങൾ എന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ വിവരങ്ങള് നിങ്ങളെ ശൈഖിന് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. മുസ്ലിമിന്റെ പവർ ഇയാൾക്കുണ്ടോ? പരിശോധിച്ചോളൂ. നിങ്ങൾ പരിശോധിച്ചാൽ മതി. മിനിമം ഒരു മുസ്ലിമിന്റെ പവർ എങ്കിലും ഇയാൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കി. നൗഷാദ് ഉസ്താദ് നിങ്ങളോട് തന്നെ പറഞ്ഞതല്ല, ഒന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ നിങ്ങൾക്ക്. ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു നിയമം നമ്മൾ നൗഷാദ് മൊയ്ലിയാർ പറയുന്നത് ഒന്ന് കേൾക്കുക. ഈ നിയമം പറഞ്ഞാൽ നമുക്ക് 100% ബോധ്യപ്പെടും ഇവരുടെ ത്വരീഖത്ത് യഥാർത്ഥമല്ല എന്നുള്ളത്. നൗഷാദ് മൊയ്ലിയാർ ഈ പറയാൻ പോകുന്ന നിയമം ഒന്ന് കേൾക്കുക. പിന്നെയുണ്ട് അയ്യകൂന ആരിഫൻ ബികമാലാത്തിൽ ഖുലൂബി വആദാബിഹാ വആഫാത്തിൻ നുഫൂസി വഅംറാദിഹാ വകൈഫിയത്തി ഹിഫ്ദി സിഹ്ഹതിഹാ വഅജ്ദാലിഹാ. ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ശൈഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ശൈഖാവുക? ശൈഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. അതേ സമയത്ത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ പഠിപ്പിച്ച ത്വരീഖത്ത് എന്താണ് ഇദ്ദേഹം പറയുന്നത്? മുരീദിന്റെ ഖൽബിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് മാറ്റാൻ കഴിയണമെന്ന്. എന്താ പറഞ്ഞത്? മുരീദിന്റെ ഖൽബിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ആളായിരിക്കണം ആര്? ശൈഖ്. 10-14 വർഷമായി ഇവരൊരു ശൈഖിന്റെ കൂടെ പോയിട്ട്, എന്നിട്ട് ഇപ്പോഴും ഇവരുടെ ഖൽബിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ തെളിവുകൾ. ഇത് ഈ ഒരാഴ്ചക്കുള്ളിൽ വന്ന മെസ്സേജുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 14 കൊല്ലമായിട്ട് ഇവർക്ക് ഇവരുടെ ശൈഖിനെ അണികളുടെ മുരീദുമാരുടെ ഖൽബിന്റെ രോഗങ്ങളെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്നാണ് ഇവർക്ക് കഴിയുക? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ? അടുത്ത നിയമം കേൾക്കുക. ഒന്നുകൂടി കേട്ടോ, ഒരുപാടുണ്ട്. ഇപ്പോ ഒന്ന് ശൈഖിന്റെ വേറൊരു നിബന്ധന, മുരീദുമാരെ പൈസ കണ്ട് ശൈഖ ഓനതിന് പറ്റൂല. മുരീദുമാരെ അടുത്ത് വല്ലതും കിട്ടണം നോക്കി ശൈഖായി നടക്കുന്ന ആളാണെങ്കിൽ ഓനെയും ഇതിന് പറ്റൂല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്ന് നമ്മളെ ശിക്ഷണത്തിലൂടെ പഠിപ്പിച്ച് നമ്മളെ അല്ലാഹുവിലെത്തിക്കുന്ന ശൈഖ്, അതാ ത്വരീഖത്തിന്റെ ശൈഖ് എന്ന് പറയുന്നത്. ഈ നിയമം കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇവർ ഈ പണിക്ക് തന്നെ പറ്റൂല എന്നാണ് നമുക്ക് മനസ്സിലായി പോകും. എങ്ങനെയുണ്ട്? ഇപ്പോ ഞാൻ ഈ സംസാരിച്ച ഈ ഒരു സംസാരം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുരുവട്ടൂരിയൻ ഷെയ്ഖ് യഥാർത്ഥ ഷെയ്ഖ് അല്ല. ഈ ഷെയ്ഖിനെ ഒരാൾ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്ന ആളെ പച്ചയായ രൂപത്തിൽ വ്യക്തിഹത്യ നടത്തുകയും അവരെ തോന്നിവാസം പറയുകയും, ഒരു മനുഷ്യൻ, മുസ്ലിമി എന്നല്ല ഒരു മനുഷ്യൻ പറയാൻ മടിക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസങ്ങള് ആത്മീയതയുടെ പേരും പറഞ്ഞ് നടക്കുന്ന ഈ കുരുവട്ടൂരികൾ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മഹാനായ അഹ്മദുൽ ഗബീർ റിഫാഇ തങ്ങളുടെ ത്വരീഖത്തുകൾ, മഹാനായ ഗൗസുല്ലാ തങ്ങളുടെ ത്വരീഖത്ത്, ഇങ്ങനെയുള്ള ത്വരീഖത്തിന്റെ മശായിഖന്മാരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. അവരെ കുറ്റം പറയുന്ന ആളുകളെ അവര് പുഞ്ചിരി കാണിച്ച് സ്വീകരിക്കും. അവര് സ്വീകരിച്ചിട്ട് അവർക്ക് ആത്മീയമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ റൂട്ടാണ് നമ്മുടെ ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള കള്ളന്മാര് വന്നിട്ട് സാധാരണക്കാരെ ഈമാൻ നഷ്ടപ്പെടുത്തുമ്പോ ഈ സാധാരണക്കാരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമുണ്ട്, ജനങ്ങൾക്ക് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇനി നിങ്ങൾക്ക് ഉപകരിക്കില്ല, ഇതുകൊണ്ടൊരു ഫായിദയും ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ നിങ്ങൾ ആരും ഷെയർ ചെയ്യണമെന്നൊരു നിർബന്ധവും എനിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സത്യം മനസ്സിലാക്കിയിട്ട്
യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ശൈത്താന്മാരെ ഷർറിനും അള്ളാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.